ആരാധകർ ഏറെ കാത്തിരുന്ന തമിഴ് നടൻ വിജയുടെ വിരുമിക്കൽ ചിത്രമായ ജനനായകൻ സിനിമ ഇന്റർനെറ്റിൽ ചോർന്നിരുന്നു. ഈ സംഭവത്തിൽ പ്രതികരിച്ച് തമിഴ് സൂപ്പർ താരങ്ങളായ കമൽ ഹാസനും രജനീകാന്തും രംഗത്തെത്തിയിരിക്കുകയാണ്. ചിത്രം സോഷ്യൽ മീഡിയയിൽ ചോർന്നത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്നാണ് നടൻ കമൽ ഹാസൻ അഭിപ്രായപ്പെട്ടത്. എന്നാൽ സംഭവത്തെ ഞെട്ടിപ്പിക്കുന്നത് എന്നും വേദനാജനകമെന്നുമാണ് രജനീകാന്ത് വിശേഷിപ്പിച്ചത്. ചലച്ചിത്ര സംഘടനകൾ ഇതിനെതിരെ ശബ്ദമുയർത്തണമെന്നാണ് രജനീകാന്ത് പറഞ്ഞത്. ഒപ്പം സർക്കാർ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തി അവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി തുടരാൻ അനുവദിക്കരുതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അതേസമയം ചിത്രയുടെ സെൻസർ നടപടികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് കമൽ ഹാസൻ പറയുന്നത്. ഇവർക്ക് പിന്നാലെ ചലച്ചിത്ര രംഗത്തു നിന്നും നടൻ വിശാൽ, ശിവകാർത്തികേയൻ, ചിരഞ്ജീവി എന്നിവരും മറ്റ് നിരവധി പേരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമെന്ന നിലയിൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ജനനായകൻ. വിനോദ് സംവിധാനം ചെയ്ത ചിത്രം ജനുവരി 9 പൊങ്കലിന് എത്തുമെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ശേഷം സിനിമയുടെ റിലീസ് സെൻസർ പ്രതിസന്ധികൾ കാരണം തടസ്സപ്പെട്ടത് ആരാധകരെ നിരാശരാക്കിയിരുന്നു. ഇന്റർനെറ്റിൽ ചിത്രം ചോർന്നതോടുകൂടി അത് ഇരട്ടിയായിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ കാർഡ്, വിജയുടെ ഇൻട്രൊഡക്ഷൻ സീൻ, ക്ലൈമാക്സ് എന്നിവ ഉൾപ്പെടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചോർന്നിരിക്കുന്നത്. ടെസ്റ്റ് സ്ക്രീനിനിടെ പകർത്തിയ വീഡിയോ ക്ലിപ്പുകളാണ് ഇവ എന്നാണ് സൂചന. സിനിമയുടെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള HD പ്രിന്റും ചോർന്നതായി റിപ്പോർട്ടുകളുണ്ട്. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജോ ജോസ് ആന്റണി അണിയിച്ചൊരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രം പള്ളിച്ചട്ടമ്പി വിഷു റിലീസുകളിൽ ഒന്നായി ഏപ്രിൽ 15 പ്രദർശനത്തിനെത്തുന്നു. കയാതു ലോഹർ ആണ് നായിക. കന്നഡ, മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ സജീവമായ കയാതു ലോഹർ വിനയൻ സംവിധാനം ചെയ്ത 19ാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ ആദ്യമായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു ജാതി ജാതകം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തെങ്കിലും മലയാളത്തിൽ ഇത്രയും വലിയൊരു ചിത്രത്തിൽ ഭാഗമാകുന്നത് ആദ്യമായാണ്. 1950-60 കാലഘട്ടത്തിലെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു പീരീഡ് ഡ്രാമ ത്രില്ലറാണ് പള്ളിച്ചട്ടമ്പി. 1957-58 കാലഘട്ടങ്ങളിൽ മലയോര മേഖലകളിൽ ജീവിച്ചിരുന്ന കുടിയേറ്റ കർഷകരുടെ അതിജീവനവും ജീവിത സാഹചര്യങ്ങളും പ്രമേയമാക്കുന്ന ഈ ചിത്രം പ്രഖ്യാപന വേളയിൽ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ ടൊവിനോയുടെ വേറിട്ട ലുക്കും അഭിനയ ശൈലിയും എപ്രകാരമായിരിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷ ആരാധകർ വർദ്ധിച്ചു വരികയാണ്. ടൊവിനോയുടെ കരുത്തുറ്റ മാസ് ആക്ഷൻ പ്രകടനങ്ങൾ കൊണ്ട് ചിത്രം സമ്പന്നമായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസം സിനിമ ആസ്വാദകർക്കിടയിലുണ്ട്. ക്യൂൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ എന്നീ ശ്രദ്ധേയമായ സിനിമകൾക്ക് ശേഷം ഡിജോ ജോസ് ആന്റണിയും സംഗീത പ്രതിഭ ജേക്സ് ബിജോയും വീണ്ടും ഒരുമിക്കുന്നു എന്നതും ഈ പ്രോജക്റ്റിന്റെ പ്രധാന ആകർഷണമായി മാറിക്കഴിഞ്ഞു. ഏറെ കാത്തിരുന്ന പോപ്പ് സംഗീത ചക്രവർത്തി മൈക്കിൾ ജാക്സന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം മൈക്കിൾ റിലീസിനൊരുങ്ങുന്നു. മൈക്കിൾ ജാക്സന്റെ അനന്തരവനായ ജാഫർ ജാക്സൺ ആണ് ചിത്രത്തിൽ മൈക്കിളായി എത്തുന്നത്. പോപ്പ് ഇതിഹാസമായുള്ള ജാഫറിന്റെ പകർനാട്ടം ഇതിനോടകം തന്നെ സിനിമാ പ്രേമികൾക്കിടെ ചർച്ചയായി കഴിഞ്ഞു. മൈക്കിൾ ആകുക എന്നത് എളുപ്പമായിരുന്നില്ല എന്നാണ് ചിത്രത്തെക്കുറിച്ച് ജാഫർ പറയുന്നത്. അതിനായി നടൻ നടത്തിയ തയ്യാറെടുപ്പുകൾ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. മൈക്കിളിന്റെ മൂത്ത സഹോദരനും ജാക്സൺ 5 അംഗവുമായിരുന്ന ജെർമെയിൻ ജാക്സന്റെ മകനാണ് 29-കാരൻ ജാഫർ. ഗായകനും നർത്തകനുമായ ജാഫറിന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത്. ജാക്സൺ കുടുംബത്തിന്റെ റിയാലിറ്റി TV ഷോകളിൽ മാത്രമാണ് നടൻ മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ട്രെയിനിങ് ഡേ, ദ ഈക്വലൈസർ തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്ത ആന്റോയിൻ ഹുക്കയാണ് മൈക്കിൾ സിനിമയുടെ സംവിധാനം. യൂണിവേഴ്സൽ പിക്ചേഴ്സ് നിർമ്മിച്ച സിനിമയുടെ തിരക്കഥ ജോൺ ലോഗൺ ആണ് രചിച്ചിരിക്കുന്നത്. ഏപ്രിൽ 24 മൈക്കിൾ ആഗോളതലത്തിൽ റിലീസ് ചെയ്യും.